ഹേയ് മച്ചാന്മാരെ, അങ്ങനെ നമ്മുടെ ആർ ജി എസ് മെനുവിൻ്റെ അകത്ത് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ആർ ജി എസ് മെനു തന്നെ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് 3 ഐറ്റംസും കാര്യങ്ങളും. ആദ്യത്തെ തന്നെ ഡാൻസിങ് പ്രീമോയുമാണ്, അതുപോലെ തന്നെ ഗോസ്റ്റും ഡ്രാഗനും. ഈ 3 ഐറ്റംസും കാര്യങ്ങളാണ് നമ്മുടെ ഗെയിമിലേക്ക് ഇപ്പോൾ ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോ കൊടുത്തിട്ട് വ്യക്തമായിട്ട് കാണിച്ചിരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മച്ചാന്മാരെ, ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ഇഷ്യൂ കാര്യങ്ങളൊക്കെ എന്തെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഡ്രാഗൺ ഹെഡും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വന്നേക്കുന്നത്. അപ്പോൾ ഡ്രാഗൺ ഹെഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ലിങ്കും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അവിടുന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരെ ക്രോമിലോട്ട് വന്നാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് കാര്യങ്ങൾ കാണാം. അവിടെ നമുക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഡൗൺലോഡ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയലിനകത്ത് ഞാനിപ്പോൾ ഡൗൺലോഡ് ഫയലിനകത്താണ് എനിക്ക് വന്ന് കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡ്രാഗൺ ഹെഡ് എന്ന് പറഞ്ഞാൽ .glb എന്ന് പറഞ്ഞ സാധനം വന്ന് കിടപ്പുണ്ട്. ഇനി ഞാനാണെങ്കിൽ എൻ്റെ നേരെ ഗെയിമിലോട്ട് ഞാൻ പോവുകയാണ്. ഫയലും കാര്യങ്ങളും കിടക്കുന്നത് എവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ ഡൗൺലോഡ് സെക്ഷനകത്താണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി നേരെ ഗെയിമിൻ്റെ അകത്തോട്ട് പോയതിന് ശേഷം ഞാൻ ഫോണും കാര്യങ്ങളും എടുത്തിട്ട് മെനു ഓപ്ഷൻ എടുക്കുകയാണ്. ആർ ജി എസ് മെനു ഓപ്ഷനും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ആർ ജി എസ് മെനുവിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ലോഡും കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ലോഡിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ നമ്മളാണെങ്കിൽ ഏത് ഫയലിനകത്ത് കിടക്കുന്ന നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. എൻ്റെ അകത്ത് ഡൗൺലോഡാണ്. ഡൗൺലോഡ് അല്ലെങ്കിൽ ഫോണിൻ്റെ അകത്തിൽ നേരിട്ട് കിടക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഫോണിൻ്റെ അകത്ത് നേരിട്ട് ഞാനത് കോപ്പി ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഡ്രാഗൺ ഹെഡ് .glb എന്ന് പറഞ്ഞ ഓപ്ഷനും കാര്യങ്ങളും ഫയൽ കാര്യങ്ങൾ കിട്ടി. ഞാനത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഡ്രാഗൺ ഹെഡും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഡ്രാഗൺ ഹെഡ് എന്ന് ഇതിൻ്റെ പേര് വരാൻ കാരണം വെച്ചാൽ ഇതിന് ഇത്രയും തലകളുള്ളതുകൊണ്ട് മാത്രമാണ് ഡ്രാഗൺ ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇഷ്ടംപോലെ തലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ഡ്രാഗൺ ഹെഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാണ് ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഡ്രാഗൺ ഹെഡിന് ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങൾ നമ്മുടെ ലിങ്കും കാര്യങ്ങളൊന്ന് ബ്ലോക്ക് ആയിട്ടുണ്ട് നമ്മുടെ സൈറ്റിൽ. അപ്പോൾ ഈ ലിങ്കും കാര്യങ്ങളൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ടൈമിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് വീഡിയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴായിരുന്നു ഈ ഒരു പ്രശ്നം കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തത്, ഞാൻ കണ്ടത്. അപ്പോൾ ഫേസ് ചെയ്തപ്പോൾ ഞാൻ കുറേ ട്രൈ ചെയ്തായിരുന്നു, പിന്നെ കിട്ടുമോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ലിങ്കും കാര്യങ്ങളും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഡ്രാഗൺ ഹെഡും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലല്ല, വരുന്ന നാളത്തെ വീഡിയോയിൽ ഞാൻ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഡ്രാഗൺ ഹെഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എല്ലാവരും എന്നോട് വളരെയായിട്ട് ക്ഷമിക്കേണ്ടതാണ്. കാരണം ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് സൈറ്റിൽ നിന്ന് ബ്ലോക്ക് ആവുന്ന ഇഷ്യൂ ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ പുതിയൊരു ലിങ്കും കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നിരുന്നുകൊണ്ട് തന്നെ പുതിയ ലിങ്കും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നാളത്തെ വീഡിയോയിൽ ഞാനത് ഇട്ട് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ വാട്സപ്പ് ചാനലിലേക്ക് ഞാൻ ഡയറക്റ്റ് ഇട്ട് തരുന്നതായിരിക്കും ഡ്രാഗൺ ഹെഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് തന്നെ. അപ്പോൾ എത്ര പേർക്ക് ഈ ഡ്രാഗൺ ഹെഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഡ്രാഗൺ ഹെഡും കാര്യങ്ങളൊക്കെ ഇതേ രീതിയിലാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ലിങ്കും കാര്യങ്ങൾ എന്തായാലും കിട്ടുമ്പോഴത്തേക്കിനും ഉടനെ ഞാൻ ആഡ് ചെയ്ത് തരുന്നതായിരുന്നു. ഇതാണ് ഒരു ബാഡ് ന്യൂസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു വന്നത്. ഈ ഡ്രാഗൺ ഹെഡിൻ്റെ ലിങ്കും കാര്യങ്ങളും എങ്ങനെയോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചിട്ട് അത് പോയിട്ടുണ്ട്. അതെന്തായാലും നമുക്കിനിയും ഞാൻ എന്തായാലും ലിങ്കും കാര്യങ്ങളും ജസ്റ്റ് ലിങ്കും കാര്യങ്ങളും വെക്കാം, എന്നാലും അത് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ഗോസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വൈറ്റ് കളറിൽ ഡാൻസൊക്കെ കളിക്കുന്ന ഒരു ഗോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഗോസ്റ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ലിങ്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും കാര്യങ്ങളും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡൗൺലോഡ് അഗെയിൻ എന്ന് പറഞ്ഞ് വന്നത്, കാരണം ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത് വരത്തില്ലായിരിക്കും. നിങ്ങൾക്ക് ആദ്യം വരുമ്പോൾ ഡൗൺലോഡ് കറക്റ്റ് നേരിട്ട് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് ഇവിടെ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ കാണിച്ച് ഞാൻ ഫയലും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് ഡൗൺലോഡ് സെക്ഷനകത്താണ് എൻ്റെ ഈ ഫയലും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇനി നേരെ ഞാൻ ബാക്ക് പോയതിന് ശേഷം നേരെ ഞാനാണെങ്കിൽ നമ്മുടെ ഗെയിമും കാര്യങ്ങളും എടുത്തതിന് ശേഷം ആർ ജി എസ് മെനു എന്ന് പറഞ്ഞ ഓപ്ഷനും കാര്യങ്ങളും എടുക്കേണ്ടതാണ്. ആർ ജി എസ് മെനുവിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പോഴത്തേക്ക് നമുക്ക് ലോഡും കാര്യങ്ങളൊക്കെ ഓപ്ഷനുണ്ട്. ആ ലോഡിനകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഫയലിൽ പോകും. അപ്പോൾ നമ്മുടെ ഫയൽ എവിടെയാണ് നമ്മൾ ഇട്ട് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് ഗോസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ആകുന്നതായിരിക്കും. ഗോസ്റ്റും അതുപോലെ തന്നെ പ്രീമോ ഡാൻസും ഒരു കുഴപ്പമില്ല, അത് രണ്ട് സ്റ്റിൽ വർക്കിംഗ് ആണ്. ഞാൻ ഇപ്പോഴും ചെക്ക് ചെയ്തതാണ്. അത് രണ്ട് സ്റ്റിൽ വർക്കിംഗ് ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെയും കൂടെ വീഡിയോ ആഡ് ചെയ്ത് ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. ഡ്രാഗൺ ഹെഡ് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് തന്നത്. എന്തായാലും അത് നാളത്തേക്കുള്ള രീതി ഞാൻ റെഡിയാക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗോസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഗോസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ആയിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു ഗോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ഗോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാവരുടെ ഗെയിമിലേക്ക് ഈ ഗോസ്റ്റും പ്രീമോയും സപ്പോർട്ട് ആവുന്നുണ്ടോ ഇല്ലേ നോക്കിയിട്ടൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഡ്രാഗൺ ഓൾറെഡി സപ്പോർട്ട് ആവത്തില്ല, കാരണം നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളും കിട്ടത്തില്ല. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കോപ്പിറൈറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പുതിയൊരു ലിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അതുവരെ നിങ്ങൾ ഈ ഗോസ്റ്റിനെയും അതുപോലെ തന്നെ പ്രീമോ ഡാൻസിനെയും നിങ്ങൾ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ അവരെ വെച്ചിട്ട് കുറച്ച് ഈവൻ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്, ചെയ്ത് നോക്കേണ്ടതാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയിട്ടൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഗോസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. 2 വട്ടം ആഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പയ്യെ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ
ഞാൻ വീണ്ടും ഒന്നും കൂടെ ആഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ RGS മെനു എടുക്കുക, മോഡ് എടുക്കുക, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഗോസ്റ്റിൻ്റെ ലിങ്കും കാര്യം ഡൗൺലോഡ് ചെയ്ത് എവിടെയാണ് നോക്കിയിട്ട് അവിടെ എടുക്കുക. അല്ലെ നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ മോഡ് ഓൺ ചെയ്തതിന് ശേഷം കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാണ് ഒബ്ജക്റ്റ് പിടിച്ചേക്കേണ്ടത് വെച്ചാൽ ഈ ഇപ്പോൾ ഗോസ്റ്റ് പിടിച്ച് നിൽക്കി അങ്ങോട്ടേക്കോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിന് കോപ്പി ക്ലിക്ക് ചെയ്ത് തന്നെ കോപ്പി ആവുന്നതായിരിക്കും. നേടിപ്പോൾ കണ്ടോ കോപ്പി ക്ലിക്ക് ചെയ്തപ്പോൾ കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഡിലീറ്റ് വേണമെങ്കിൽ ഡിലീറ്റും ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻസും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മോഡിൻ്റെ അകത്ത്. അപ്പോൾ മോഡ്സും കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രീമോ ഡാൻസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ കുറേ പേർക്ക് ഇതിനെപ്പറ്റി അറിയിക്കാം, പ്രീമോ ഡാൻസിനെ പറ്റിയൊക്കെ. അപ്പോൾ ഈ പ്രീമോ ഡാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ലിങ്കും കാരണം ഡിസ്ക്രിപ്ഷനിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് തന്നെ എടുക്കാവുന്നതാണ് ലിങ്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ചെയ്യും, അല്ലെങ്കിൽ മണ്ടയ്ക്കും ഡൗൺലോഡ് ചെയ്യും. 2 ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫയൽ എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ RGS മെനുവിൻ്റെ കുറേ ലിങ്ക് കാര്യങ്ങൾ നമ്മളിപ്പോൾ 3-4 ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഫോൾഡർ ഉണ്ടാക്കുക, RGS മെനു എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഈ ലിങ്ക്സും കാര്യങ്ങളും കൊണ്ടിടുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ലിങ്ക് കാര്യങ്ങൾ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഞാൻ ഇനിയിപ്പോൾ നേരെ ഗെയിമിൻ്റെ അകത്തോട്ട് വന്നതിന് ശേഷം അതിൻ്റെ അകത്ത് മൊബൈൽ എടുത്തിട്ട് RGS മെനു എടുക്കേണ്ടതാണ്. RGS മെനുവിൻ്റെ അകത്ത് നമ്മുടെ ലോഡ് ഓപ്ഷനും കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. ലോഡ് ഓപ്ഷനും കാര്യമായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണ് ഡൗൺലോഡ് ചെയ്ത സെക്ഷൻ എന്ന് വെച്ചാൽ അവിടോട്ട് പോകേണ്ടതാണ്. ഞാനിപ്പോൾ എൻ്റെ ഫോണിൻ്റെ അകത്ത് തന്നെ അവിടെ നേരെ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് പോവാണ്. താഴോട്ട് പോകുമ്പോൾ എനിക്ക് ആ ഓപ്ഷനും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഞാനപ്പോൾ അതെടുത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. താഴോട്ട് ഞാൻ പോയി തപ്പി പോയിട്ട് നമുക്ക് അവസാനം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആഡ് ചെയ്യുന്നെങ്കിൽ നോക്കി കണ്ട് ആഡ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഫയലിനകത്തോട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്താലും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഡബിൾ ആക്കാനും ട്രിപ്പിൾ ആക്കാനും ഒരു വേറെ ഓപ്ഷൻ കൂടെ ഉണ്ട്. RGS എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ നിങ്ങൾ പ്രീമോ ആണ് ആഡ് ചെയ്തത്. പ്രീമോ ഡാൻസിന് ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് RGS ടൂൾ എടുത്തതിന് ശേഷം RGS എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ഡബിൾ ആക്കാൻ പറ്റും, ട്രിപ്പിൾ ആക്കാൻ പറ്റുമെന്ന ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ മോഡ് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് വെക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ RGSനകത്ത് എടുത്ത് കാണിച്ചു തരാം. RGS ടൂൾ വെച്ചിട്ട് നമ്മളിപ്പോൾ RGS ടൈപ്പ് ചെയ്യുമ്പം എന്നിട്ട് പിന്നെയും വന്നിട്ടുണ്ട് കോപ്പി ആയിട്ട്. അപ്പം അതിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫേം ആയാലും ഇപ്പം അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അതും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു പ്രീമോ ഡാൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും താഴെ വന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൾറെഡി തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡ്രാഗൻ്റെ ഹെഡും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കോപ്പിറൈറ്റ് ഉണ്ട്, നമുക്കത് കിട്ടത്തില്ല. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ലിങ്കും കാര്യങ്ങളുടെയൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് കോപ്പിറൈറ്റ് ഉണ്ട്, അത് കിട്ടാതെ പോയിട്ടുണ്ട്. എന്തായാലും നാളെ തന്നെ ഞാൻ അതിൻ്റെ ഉള്ള വഴിയൊക്കെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. എന്തായാലും ഡ്രാഗൺ ഹെഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ തന്നെ എടുത്ത് തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഗെയിമിലേക്ക് 3 ഐറ്റംസും കാര്യങ്ങളാണ് വന്നേക്കുന്നത്. ഗോസ്റ്റ് വന്ന്, ഡ്രാഗൺ ഹെഡ് വന്ന്, അതുപോലെ തന്നെ പ്രീമോ ഡാൻസും കാര്യങ്ങളും വന്നിട്ട് ഈ 3 ഐറ്റംസ് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഗോസ്റ്റ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗോസ്റ്റ് എന്ന് പറഞ്ഞ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രാഗൺ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡ്രാഗൺ എന്ന് പറഞ്ഞ കമൻറ്റ് ചെയ്യുക. പ്രീമോ ഹെഡ് ആണെന്ന് പറഞ്ഞെങ്കിൽ പ്രീമോ ഡാൻസ് ആണെങ്കിൽ പ്രീമോ ഡാൻസ് എന്ന് പറഞ്ഞ കമൻറ്റും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും മാക്സിമം ആയിട്ട് ഡ്രാഗനെ ആയിരിക്കും ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഡ്രാഗൻ ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ ഡ്രാഗൻ്റെ ലുക്ക് ബേസും ആനിമേഷൻ കാര്യങ്ങളൊക്കെ വളരെ കിടിലനായിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്, ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവർ കിടിലനായിട്ടാണ്. പക്ഷേ എന്താ പറയുക, നമ്മുടെ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം കൊണ്ട് അത് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉടനെ തന്നെ ഞാൻ നാളെ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ എത്ര പേർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഇതുപോലത്തെ ഇനിയും കുറേ ഐറ്റംസും കാര്യങ്ങളും ഇനി വരാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്.